കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറച്ചു കാലമായി വൻതോതിൽ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കേസ് ഭരണപ്രതിപക്ഷ ഭേദമന്യേ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും തർക്കങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയന് വീണ്ടും സമൻസ് അയച്ചതോടെ ഈ വിവാദം വീണ്ടും കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കേസ് എങ്ങോട്ട് തിരിയുമെന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ വൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും ചർച്ചകൾ സജീവമാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് മാസപ്പടിയായി ലക്ഷക്കണക്കിന് രൂപ ലഭിച്ചുവെന്ന കണ്ടെത്തലാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുകളിലൂടെയാണ് ഈ വിവരങ്ങൾ ആദ്യമായി പുറത്തുവരുന്നത്. IT മേഖലയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും നൽകാതെയാണ് എക്സാലോജിക് കമ്പനിക്ക് CMRL വൻ തുകകൾ കൈമാറിയതെന്നാണ് പ്രധാന ആരോപണം. പ്രമുഖ വ്യക്തിയുടെ മകൾ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടായതിനാൽ തന്നെ ഇത് കേവലം ഒരു നികുതി തർക്കത്തിനപ്പുറം വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിലേക്ക് വരികയായിരുന്നു. കേസിൽ മുൻപ് നടന്ന ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് രേഖകളുടെയും പുനഃപരിശോധനയ്ക്ക് ശേഷമാണ് ഈ മാസം 29-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻപ് പലതവണ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്നും നിയമപരമായി പരിരക്ഷ തേടാൻ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. കൂടുതൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ED ചോദ്യം ചെയ്യൽ ഒരുങ്ങുന്നത് എന്നതിനാൽ ഈ ഘട്ടത്തിൽ കടുത്ത നടപടികളിലേക്ക് ഏജൻസി കടക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനക്കുറവ് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി നിർണായക രേഖകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ രേഖകൾ EDക്ക് ഔദ്യോഗികമായി കൈമാറുന്നതിൽ കാലതാമസം നേരിട്ടിട്ടുമുണ്ട്. SFIO കണ്ടെത്തിയ രേഖകൾ EDക്ക് കൈമാറാൻ കോടതി 10 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയോടെയാണ് ഈ സമയപരിധി അവസാനിച്ചതെങ്കിലും EDക്ക് ഔദ്യോഗികമായി ഈ രേഖകൾ ലഭിച്ചിട്ടില്ലെന്നതാണ് സൂചന. കേസിന്റെ തുടരന്വേഷണത്തിനും സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടുന്നതിനും ഏറ്റവും അത്യാവശ്യമായ 134 സുപ്രധാന രേഖകളാണ് SFIOയിൽ നിന്നും EDക്ക് ലഭിക്കേണ്ടത്. രേഖകൾ ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ SFIO അന്വേഷണ സംഘവുമായി ED ഉന്നതർ നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രേഖകൾ ഉടൻ ലഭ്യമാക്കുമെന്ന ഉറപ്പിലാണ് ഈ മാസം 29-ലേക്ക് ED പുതിയ സമൻസ് അയച്ചിരിക്കുന്നത്. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ശക്തമായ തെളിവ് സമാഹരണവും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളുമാണ് ED ഇപ്പോൾ ദ്രുതഗതിയിൽ നടത്തിവരുന്നത്. കേസുമായി ബന്ധമുള്ള വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും 242 ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 18 കോടി രൂപയോളം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ വിജയന്റെ വ്യക്തിപരമായ 2 ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുടെ ഒരു പ്രധാന അക്കൗണ്ടും ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടു എന്നതാണ്. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേസിൽ നിർണായക തെളിവുകൾ തേടി തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ശാഖയിൽ വീണ വിജയന്റെ ബാങ്ക് ലോക്കറിൽ ED പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. CMRL കമ്പനിയുമായി സാമ്പത്തിക ഇടപാടിന് നേരിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ഈ ലോക്കറിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്കിലും ചില മറ്റ് നിക്ഷേപ വിവരങ്ങൾ ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളോ രേഖകളോ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ബോധപൂർവ്വം മറച്ചുവെച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായിരുന്നു ഈ പരിശോധന. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച EDയുടെ നടപടിക്കെതിരെ എക്സാലോജിക് കമ്പനി നിയമപരമായി വഴികൾ തേടുന്നുമുണ്ട്. അക്കൗണ്ടുകൾ പൂർണ്ണമായി മരവിപ്പിച്ചതോടെ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ ശമ്പളം നൽകൽ, മറ്റ് ബിസിനസ് ഇടപാടുകൾ എന്നിവയെല്ലാം പൂർണ്ണമായി തടസ്സപ്പെട്ടതായാണ് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിക്കപ്പെടുന്ന കേസായതിനാൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഇത്തരം കർശന നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് EDക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. CMRL എക്സാലോജിക് കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉയർത്തുമെന്നതും ഉറപ്പാണ്. ജൂൺ 29-ന് നടക്കുന്ന ചോദ്യം ചെയ്യൽ ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമായിരിക്കും. SFIOയിൽ നിന്നുള്ള 134 രേഖകൾ കൂടി EDക്ക് ലഭിക്കുന്നതോടെ അന്വേഷണം കൂടുതൽ ശക്തമാകും. നിയമപരമായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ EDയും തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളെ നിയമപരമായി രാഷ്ട്രീയമായി നേരിടാൻ വീണ വിജയനും എക്സാലോജിക്കും തീരുമാനിച്ചതോടെ ഈ കേസ് ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളും കോടതികളുടെ നിലപാടുകളും മാത്രമായിരിക്കും ഈ വിവാദത്തിന്മേൽ അന്തിമമായ വ്യക്തത നൽകുക.